ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഇന്ത്യയിലുണ്ടായ പ്രധാന സംഭവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ അനുബന്ധ ഘടകങ്ങളുടെയും ഉൽപ്പാദനം, ഉപഭോഗം, കയറ്റുമതി എന്നിവയ്ക്കുള്ള ആഗോള ഹബ്ബാക്കി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിടുന്ന ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ 2023 ജനുവരിയിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. മിഷന്റെ പ്രാരംഭ അടങ്കൽ തുക 19,744 കോടി രൂപയാണ്. 2030ഓടെ രാജ്യത്ത് 5 ദശലക്ഷം മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദന ശേഷി ഉണ്ടാക്കുക എന്നതാണ് മിഷന്റെ പ്രധാന ലക്ഷ്യം. ഹരിതഗൃഹവാതകങ്ങൾ പുറംതള്ളുന്നതിന്റെ അളവ് 50 ദശലക്ഷം മെട്രിക് ടണ്ണോളം കുറയ്ക്കുക, ഫോസിൽ ഇന്ധന ഇറക്കുമതിയിൽ കാര്യമായ കുറവ് വരുത്തുക എന്നിവയും മിഷന്റെ ലക്ഷ്യങ്ങളാണ്. ഗംഗാ വിലാസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസായ ഗംഗാ വിലാസ് ലക്ഷറി ക്രൂയിസ് 2023 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉത്തർപ്രദേശിലെ വാരണാസി മുതൽ അസമിലെ ഡിബ്രുഗഡ് വരെ 3200 കിലോമീറ്റർ ദൂരത്തിൽ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ 27 വ്യത്യസ്ത നദീതടങ്ങളിലൂടെയാണ് കപ്പൽ സഞ്ചരിക്കുന്നത്. ബംഗ്ലാദേശിലെ പ്രദേശങ്ങളിലൂടെയും ക്രൂയിസ് സഞ്ചരിക്കും. ഗംഗ, മേഘ്ന, ബ്രഹ്മപുത്ര എന്നിവയിലൂടെ ക്രൂയിസ് കടന്നുപോകും. നീലകുർണിക്ക് പ്രത്യേക പദവി. 2023 ജനുവരിയിൽ കേന്ദ്ര സർക്കാർ നീലകുർണിയെ വന്യജീവി സംരക്ഷണ നിയമം 1972 പട്ടിക 3 ഉൾപ്പെടുത്തി വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംരക്ഷിത സസ്യങ്ങളുടെ പട്ടിക ഉൾപ്പെടുന്ന ഷെഡ്യൂളാണിത്. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 3 ഉൾപ്പെട്ടതോടെ നീലകുർണിയെ നശിപ്പിക്കുകയോ പിഴുതെടുക്കുകയോ ചെയ്യുന്നത് 25,000 രൂപ വരെ പിഴയും 3 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി. കൂടാതെ നീലകുർണിയെ സ്വകാര്യമായി വളർത്താനോ കൃഷി ചെയ്യാനോ പാടില്ല. സെർവാക് വാക്സിൻ പുറത്തിറക്കി. ഗർഭാശയകള ക്യാൻസറിനെ തടയാനായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനായ സെർവാക് വാക്സിൻ പുറത്തിറക്കി. 2023 ദേശീയ ബാലിക ദിനത്തിന്റെ ഭാഗമായി ജനുവരി 25 വാക്സിൻ പുറത്തിറക്കിയത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിന്റെ നിർമ്മാതാക്കൾ. അത്ഭുത ഗോതമ്പ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ 2023 ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച പുതിയ ഗോതമ്പിനമാണ് HD3385. മാറുന്ന കാലാവസ്ഥയുടെ ഫലമായുള്ള ഉയരുന്ന താപനിലയെ നേരിടാൻ കഴിവുള്ള ഗോതമ്പിനമാണിത്. ശ്രീ അന്ന. ഇന്ത്യയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ 2023 വർഷത്തെ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി പ്രഖ്യാപിച്ചിരുന്നു. 2023 ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മില്ലറ്റുകളെ ശ്രീ അന്ന എന്ന് വിശേഷിപ്പിച്ചു. കർണാടകത്തിൽ മില്ലറ്റുകൾ ശ്രീ ധാന്യ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ നിന്നാണ് ശ്രീ അന്ന എന്ന പേര് ഉരുത്തിരിഞ്ഞത്. 2023 ഫെബ്രുവരി 18 ഗ്ലോബൽ മില്ലറ്റസ് കോൺഫറൻസ് ന്യൂഡൽഹിയിൽ നടന്നു. മില്ലറ്റുകളുടെ പ്രാധാന്യം വിവരിക്കുന്ന സംഗീത ആൽബം അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് 2023 ജൂണിൽ പുറത്തിറങ്ങിയിരുന്നു. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബ്ദ സന്ദേശവും ഉൾപ്പെട്ടിരുന്നു. ഫാലു ഗൗരവ് ഷാ എന്നിവർ ചേർന്നാണ് അബണ്ടൻസ് ഇൻ മില്ലറ്റ്സ് പാടിയിട്ടുള്ളത്. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. Thank you.